കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വഴുതനങ്ങ വേണം. ഞാനിവിടെ 4 വഴുതനങ്ങ കട്ട് ചെയ്ത് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴുതനങ്ങ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊലി മുകൾ ഭാഗം ഒന്ന് ആദ്യം ചെത്തിയെടുക്കുക. അതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കനം കുറയ്ക്കരുത്, ഇതേപോലെ കുറച്ച് കട്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്ത ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ നിറം മാറും. അതേപോലെ ഈ വഴുതനങ്ങയുടെ തൊലി നമ്മൾ മാറ്റി കഴിഞ്ഞതും ഉടനെ ഇത് വെള്ളത്തിലിട്ട് വെക്കുക. അതിന് ശേഷം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് വരെ ഇത് വെള്ളത്തിൽ തന്നെ കിടക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ നിറം മാറിപ്പോവും. ഇനി നമുക്കൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ബൗൾ എടുക്കാം. ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരിപ്പൊടിയുടെ അളവ് കുറച്ച് കൂട്ടി തന്നെ ചേർക്കണം, എന്നാലേ നല്ല ക്രിസ്പി ആയിരിക്കുള്ളൂ. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം, അപ്പോൾ കുറച്ചും കൂടി നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വഴുതനങ്ങ ഇതേപോലെ ഇട്ട് കൊടുക്കുക. വെള്ളത്തിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ ഈ മാവിലേക്കിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം ചേർക്കാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വഴുതനങ്കിൽ മുഴുവനും അരിപ്പൊടി നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കണം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടാണ് മിക്സ് ചെയ്തത്, പ്ലേറ്റിൽ കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ വഴുതനങ്കിലും നമുക്ക് കാണാൻ പറ്റും അരിപ്പൊടിയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത്, അതായത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ശരിക്കും ഈ അരിപ്പൊടിയും ബാക്കിയുള്ള മസാലയൊക്കെ നല്ലതുപോലെ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറേശ്ശെ വെള്ളം ചേർത്ത് തളിച്ച് വേണം ചേർക്കാനായിട്ട്. കുറച്ചും കൂടി വെള്ളം ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. ഇത് ഒരുപാട് അങ്ങ് വെള്ളം പോലെ പേസ്റ്റ് പോലെ ആക്കിയാൽ നമുക്ക് ശരിക്കും ഇത് വറുത്ത് കഴിയുമ്പോൾ ഒരുപാട് സോഫ്റ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കാതെ ഇതേപോലെ കുറേശ്ശെ വെള്ളം തെളിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ വഴുതനയുടെ പീസിലേക്കും ഇതേപോലെ മസാല നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഓരോ പീസിലും നല്ലതുപോലെ ഈ മസാല അരിപ്പൊടിയും ബാക്കിയുള്ള മസാലയൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പരുവായിരിക്കണം. അപ്പോൾ ഇത് നമുക്കിനി വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടാവണം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഓരോ വഴുതനങ്ങയുടെ പീസസും നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. നമ്മളിത് എണ്ണയിലിടുന്ന സമയത്തും ഓരോ പീസസിലും നല്ലതുപോലെ ആ മസാല ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ വേണം ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം വേണം എണ്ണയിലിട്ട് കൊടുക്കാൻ. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. വഴുതനങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല ക്രിസ്പി ആവുന്നത് വരെ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ പീസസിലും ഈ അരിപ്പൊടിയുടെ കൂട്ട് നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കണം. എന്നാലേ നമ്മളത് വറുത്ത് കഴിയുമ്പോഴും അത് കഴിക്കുമ്പോൾ നമുക്ക് അരിപ്പൊടിയുടെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അല്ലാതെ വെറും ഈ വഴുതനങ്ങ മാത്രമാണെങ്കിൽ ഇത് ഒരുപാടങ്ങ് സോഫ്റ്റായി പോവും. ഇത് നമുക്ക് അവസാനമായിട്ട് കോരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വഴുതന കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്.
നിങ്ങളെന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്